എറണാകുളം മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. കുടുംബ പ്രശ്നങ്ങളുണ്ടെങ്കിലും കൊലപാതകത്തിന് പിന്നിലെ കാരണത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ബന്ധുക്കളുടെ മൊഴിയടക്കം പോലീസ് ശേഖരിക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, മൂഴിക്കുളത്ത് 3 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ സന്ധ്യയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താനായിരിക്കും പോലീസ് ശ്രമിക്കുക? രോഹിണി, പ്രധാനമായിട്ടും കൊലപാതക കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് സന്ധ്യയെ കൂടുതലായിട്ട് ചോദ്യം ചെയ്യണം. അതുമാത്രവുമല്ല, ബന്ധുക്കളുടെ മൊഴികൾ രേഖപ്പെടുത്തണം. കൂടാതെ തെളിവ് ശേഖരണം നടത്തണം. ഇതിന് ആയിട്ട് കൂടുതൽ സമയം അനിവാര്യമാണ്. അതുകൊണ്ട് കസ്റ്റഡിയിൽ കിട്ടണമെന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ഈ അപേക്ഷയിൽ പോലീസ് ഉന്നയിക്കുക. നേരത്തെ തന്നെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് താൻ തന്നെയാണ് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് അമ്മ സന്ധ്യ നേരത്തെ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇത് കുറ്റസമ്മത മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വലിയ മൊഴികളിൽ ഒരു വൈരുദ്ധ്യം നേരത്തെ പ്രകടമാക്കിയ ഒരു സംഭവം കൂടിയാണ്. അതായത് ആദ്യം പറഞ്ഞ മൊഴിയിൽ ഉറച്ചു നിൽക്കാതെ സന്ധ്യ പിന്നീട് മൊഴി മാറ്റുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൊലപാതകത്തിന്റെ കാരണം അത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയേ മതിയാകൂ പോലീസ് അന്വേഷണ സംഘത്തിന്. ഇതിന്റെ ഭാഗമായിട്ടാണ് ബന്ധുക്കളുടെ മൊഴി കൂടി രേഖപ്പെടുത്താനായിട്ടുള്ള ഒരു തലത്തിലേക്ക് അന്വേഷണം നീളുന്നത്. അത് മാത്രമല്ല, നേരത്തെ സുഭാഷിന്റെ, അതായത് ഈ മരിച്ചുപോയ കല്യാണിയുടെ അച്ഛനായിട്ടുള്ള സുഭാഷിന്റെ വീട്ടുകാര് സന്ധ്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ പലതവണ കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ള ശ്രമം സന്ധ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഐസ്ക്രീമിൽ അടക്കം വിഷം കലർത്തി കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഇതടക്കം പരിശോധിക്കണം എന്നുള്ളതാണ് ഇനി പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അതായത് മുൻപും കൊലപാതക ശ്രമം നടന്നിട്ടുണ്ടോ, അതുകൂടാതെ തന്നെ ഈ പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞതിന് ശേഷം തിരികെ വീട്ടിലേക്ക് എത്തിയ സന്ധ്യയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം, അതായത് ഈ കൊലപാതക വിവരം മറച്ചു വെക്കുന്ന കാര്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കം കൂടി പരിശോധിക്കേണ്ടി വരും പോലീസിന്. കാരണം അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഈ ആസൂത്രണം, അതായത് ഇങ്ങനെ പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞു കൊല്ലണം, ആ ഒരു ദിവസം ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ ആ ദിവസം നിശ്ചയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിന് സംബന്ധമായിട്ടുള്ള മറ്റ് ആസൂത്രണങ്ങൾ, ഇതിലടക്കം ആരുടെയെങ്കിലും സഹായം കൂടി കിട്ടിയിട്ടുണ്ടോ, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, ഇതും കൂടി പോലീസിന് തെളിവുകൾ ശേഖരിച്ചേ മതിയാകൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അതുകൂടാതെ തന്നെ ഈ സുഭാഷും സമാനമായിട്ട് ബന്ധുക്കൾ പറഞ്ഞ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശരിവെക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ വലിയ രീതിയിലുള്ള ഉപദ്രവം സന്ധ്യയുടെ ഭാഗത്തു നിന്നും കുഞ്ഞിന് നേരെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഈ വീട്ടുകാർക്ക്, സന്ധ്യയുടെ വീട്ടുകാർക്കെതിരെയും അവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതും കൂടി പരിശോധിക്കേണ്ടി വരും. എന്തായാലും വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഈ ഘട്ടത്തിൽ നീങ്ങുന്നത്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങി ഒരു ചോദ്യം ചെയ്യലിലേക്കും തെളിവ് ശേഖരണത്തിലേക്കും കടക്കുന്നത്. ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കൊലപാതക കാരണത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിന്റെ പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് മുങ്ങിമരണം തന്നെയാണ്. ശ്വാസകോശത്തിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഹൃദയാഘാതം കുഞ്ഞിനുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഇന്നലെ പുറത്തു വന്ന പ്രാഥമിക വിവരങ്ങൾ. എന്നിരുന്നാലും ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായം സന്ധ്യയ്ക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ടും ഈ കുടുംബ പ്രശ്നം എന്നതിലുപരി അത് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.